ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കൂന്തൽ കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15ഓളം കൂന്തൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് വശവും തലഭാഗവും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം വൃത്തിയാക്കി ഉൾവശമൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഇതിന് കൂന്തൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസുള്ള കൂന്തൾ എടുക്കുക. നല്ല വലുതും അല്ല എന്നാൽ പറ്റ ചെറുതും എടുക്കരുത്. അപ്പോൾ ഇതിന് ആദ്യം നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്തി കൊടുക്കാം. അതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. അരിഞ്ഞു പോവരുത്, ചതച്ചെന്നെ എടുക്കണേ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എടുക്കരുത്, വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണേ. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾ ചേർത്തണ വെച്ചെങ്കിൽ 1 ടീസ്പൂണ് ചേർത്തി കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലവണ്ണം ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചവാസന മാറുന്ന വരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ലവണ്ണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്തി കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും പാടെ കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ പച്ചവാസന മാറുന്ന വരെയൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അതിൻ്റെ തലഭാഗവും അതുപോലെ സൈഡ് ഭാഗവും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. അങ്ങനെ ഉപ്പും ചേർത്തി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അങ്ങനെ അതാ ഏകദേശം ഇത് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതലുണ്ട് വെച്ചെങ്കിൽ തീ കൂട്ടി വെച്ചിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ, ചതച്ചെടുത്ത തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങൻ്റെ പച്ചച്ചൊവ്വയൊക്കെ മാറുന്ന വരേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലയും ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം കേട്ടോ. അങ്ങനെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ കൂന്തളും എടുത്തിട്ട് ഇത് ചെറുതായതുകൊണ്ടാട്ടോ, വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഈ ഫില്ലിങ് നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ ആവി കയറ്റി എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം നിറച്ചിട്ട് ഇതാക്കരുത്. അതുപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്തേക്ക് നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കും ചെയ്യണേ. അങ്ങനെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലഭാഗം ഇതിൻ്റെ ഉൾവശത്തേക്ക് ആക്കി കൊടുത്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാനാട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ തലഭാഗം വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്തെടുക്കുന്നത് തലഭാഗം വെക്കാതെയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 രീതിയിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഇതുപോലെ ഫില്ലിങ് നിറച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആവി കയറ്റി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂന്തളൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മസാലയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഞാൻ ഈ രീതിയും പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം പാടെ മിക്സ് ചെയ്തിട്ട് അതിൽ കൂന്തളിട്ടിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യണത് എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ മസാലകൾ കരിഞ്ഞു പോകും. അപ്പോൾ മസാല കരിയാത്ത രീതിയിൽ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂന്തളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ആ കൂന്തളിൽ പിടിക്കണ വരേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും പാടെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൾ നിറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ഇത് വാങ്ങി കഴിക്കാനുള്ള തിരക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.